ആട്ടിൻ സൂപ്പിനുള്ള മിക്സ് ചെയ്ത മരുന്നുകളെല്ലാം, അതായത് ഒരു ആട് ഫുള്ള്, അതേപോലെ പച്ചമരുന്നുകളെല്ലാം, പിന്നെ എല്ലാം അതിന് മിക്സ് ചെയ്ത് ഈ ഭരണിക്കകത്താക്കി അതിനുശേഷം നമ്മൾ അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ചുറ്റി കെട്ടി, പിന്നെ 4 കോട്ടൺ തുണി വെച്ച് അത് കെട്ടി. അതിനുശേഷം ഒരു കാരണവശാലും ഇതിന്റെ സ്മെല്ല് പുറത്തു പോകാത്ത രീതിയിൽ നമ്മൾ മുപ്പിന് കയറിട്ട് നന്നായിട്ട് കെട്ടി. ഇതിന്റെ സ്മെല്ല് പുറത്തു പോയാലും ഇതിന്റെ ഫലം കിട്ടുകയില്ല. ഇനി ഇത് നമ്മൾ 24 മണിക്കൂർ ഇങ്ങനെ തന്നെ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് തിളപ്പിച്ച് എടുക്കും. അതിനുശേഷം ഇത് പിഴിഞ്ഞെടുക്കുന്നതാണ് യഥാർത്ഥ ആട്ടിൻ സൂപ്പ്. ഇങ്ങനെയാണ് ആട്ടിൻ സൂപ്പിന്റെ ഭരണി കെട്ടുന്ന രീതി. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് അന്ത്രു. ഞാനൊരു പഞ്ചകർമ്മ ആയുർവേദ നഴ്സിംഗ് തെറാപ്പിസ്റ്റും നാട്ടുവൈദ്യനുമാണ്. അതോടൊപ്പം തന്നെ കരാട്ടെ പരിശീലകനുമാണ്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന രീതി പ്രസവരക്ഷയ്ക്കുള്ള ആട്ടിൻ സൂപ്പ് തയ്യാറാക്കുന്ന രീതിയാണ്. പച്ചമരുന്നുകൾ, ഒരു ആട് മുഴുവനായി ചെറുതാക്കി നുറുക്കിയത്, അതുപോലെ ആപ്പിള്, ബദാം പരിപ്പ് പോലുള്ള സാധനങ്ങൾ, പച്ചമരുന്നുകളായ പാൽമുതക്കിൻ വേര്, തേക്കട വേര്, ആവണക്കിൻ വേര്, തഴുതാമ, ദേവദാരം, കാട്ടുഴുന്ന്, കാട്ടുപയർ, നായക്കരണ വേര്, ഓരില, മൂവില, ജീവൻ, ചെറുവഴുതിന, വെൺവഴുതിന, അടപതയം കിഴങ്ങ്, കോവൻ കിഴങ്ങ്, ശതാവരി കിഴങ്ങ്, ഇടംഭാഗം, നിലമ്പന, നിലംപരണ്ട മുതലായവയും, അതോടൊപ്പം തന്നെ ഏലം, ഇലവർഗം, പച്ചില, ചുക്ക്, മുളക്, തിപ്പിലി, ജാതിക്ക, ജാതിപ്പത്രി, ജീരകം, അതുപോലെ ഈന്തപ്പഴം, ഉണക്കമുന്തിരി പോലുള്ളവയും, പിന്നെ കറിവേപ്പില, ഇഞ്ചി മുതലായ സാധനങ്ങളും ചേർത്താണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കലക്കണ്ടം ഏതാണ്ട് 1.5 കിലോളം വരും. ഇനി അത് നന്നായി മിക്സ് ചെയ്യുകയാണ്. ഇത് നന്നായി ഇളക്കി തിരുമ്മി എടുക്കുകയാണ്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് നിർമ്മിക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഭരണിയിൽ അടച്ച് 24 മണിക്കൂർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച്, ജലാംശം ഒട്ടും ചേരാതെ തിളപ്പിച്ച് ഇത് പിഴിഞ്ഞെടുക്കുന്നതാണ് ആട്ടിൻ സൂപ്പ്. അതുപോലെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത ഈ മരുന്ന് കൂട്ടുകൾ ഈ ഭരണിയിലേക്ക് നിറയ്ക്കുകയാണ്. ഈ ഭരണിയിൽ കൊള്ളില്ലാത്ത വിധമുണ്ട്, എന്നാലും നമ്മൾ നന്നായി ജാമാക്കി ഒതുക്കി വെച്ചാണ് നമ്മൾ അടുത്ത് ഇത് ചെയ്യുന്നത്. എന്റെ ഗുരുക്കൾ ശ്രീ MK രാജഗുരുക്കളാണ്. ഇരുമലപ്പടിയിലാണ് രാജഗുരുക്കളുടെ വീട്. അദ്ദേഹമാണ് എന്നെ മരുന്ന് വിധികളും ചികിത്സാ വിധികളും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മള് ആട്ടിൻ സൂപ്പ് അതിനുള്ള മരുന്നിൽ ആഡ് ചെയ്തു. അതിനുശേഷം ആ മരുന്ന് നമ്മൾ ഈ അണ്ടാവിൽ നിന്ന് ഇറക്കി വെക്കണം. ഇതില് വെള്ളമാണുള്ള. ഈ ഭരണിയുടെ മോൾ ഭാഗം വെള്ളത്തിന്റെ ഒപ്പം വരാൻ പാടില്ല. ഏകദേശം ഇത് ഭരണിയുടെ വായിൽ നിന്ന് 4 വിരൽ വട്ടം താഴെയാണ് വെള്ളം നിൽക്കേണ്ടതുള്ളൂ. അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഭാഗം വെള്ളം ഒഴിക്കുകയാണ്. ശേഷം തീയ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഇങ്ങനെ ഒരു കുക്കർ സിസ്റ്റത്തിൽ ഇതിങ്ങനെ നമ്മൾ ചെയ്യാണ്. ഇനി ഇത് ഒരിക്കലും നേരൊന്നും പുറത്തു പോകില്ല. ഇങ്ങനെ ഇരുന്നാണ് ഇത് വേവുന്നത്. 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇനി നമ്മൾ തുറക്കുകയുള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഭരണിയിൽ നമ്മൾ മിക്സ് ചെയ്ത എല്ലാ മരുന്നുകളും ഇതെല്ലാം കൂടി ലായനി പരുവത്തിലായിട്ടുണ്ടാവും. അത് നമ്മൾ ഒന്നുകൂടി മെഷീനത്തിൽ പിഴിഞ്ഞ്
മരുന്ന് നമ്മൾ കുപ്പിയിലാക്കി നമ്മൾ കൊടുക്കും. ഇത് പ്രസവരക്ഷയ്ക്ക് അത്യുത്തമമാണ് ഉണ്ടാകുന്ന മരുന്ന്. അതുപോലെ ശരീരപുഷ്ടി മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും ധൈര്യമായിട്ട് ഈ മരുന്നുകൾ കഴിക്കാവുന്നതാണ്. ഇത് ശരീരത്തിന് യാതൊരു ദോഷഫലങ്ങളോ ഒന്നും ഉണ്ടാകാത്ത രീതിയിലാണ് ഇതിന്റെ പ്രവർത്തന രീതി. ഒരിക്കലും ഈ മരുന്ന് കഴിച്ചതിന്റെ പേരിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വർഷങ്ങളായിട്ട് എന്റെ ആശാനും മറ്റുള്ളവരും പിന്തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ഞാൻ പിന്തുടരുന്നത്.